എല്ലാവർക്കും നമസ്കാരം. പ്ലസ് ടു ഹ്യൂമാനിറ്റീസിൻ്റെ ചരിത്ര പാഠപുസ്തകത്തിലെ 6ാമത്തെ പാഠമായ ഭക്തി സൂഫി ട്രഡീഷൻസ് എന്ന പാഠഭാഗം ചർച്ച ചെയ്യുന്ന വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ പാഠഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന കാലഘട്ടം CE 8ാം നൂറ്റാണ്ട് മുതൽ CE 18ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് മതവിശ്വാസങ്ങളിലും അതുപോലെ തന്നെ ആരാധനാ ഗ്രന്ഥരചനാ രീതിയിലും ഉണ്ടായിരിക്കുന്നത് എന്നത് സംബന്ധിച്ച വിശദീകരണങ്ങളാണ് ഈ പാഠഭാഗത്തിൻ്റെ ഉള്ളടക്കം. ഇന്ത്യ ചരിത്രത്തിലെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാലഘട്ടമാണ് 8ാം നൂറ്റാണ്ട് CE മുതൽ 18ാം നൂറ്റാണ്ട് CE വരെയുള്ള കാലഘട്ടം. This period was a very significant in the history of India. Several changes in religious beliefs and traditions of the people. ഈ കാലഘട്ടങ്ങളിൽ ധാരാളം മാറ്റങ്ങൾ മതവിശ്വാസങ്ങളിലും ജനങ്ങളുടെ അനുഷ്ഠാന രീതികളിലുമൊക്കെ ഉണ്ടാവുകയാണ്. 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലെ മതപാരമ്പര്യങ്ങളിലുണ്ടായ മാറ്റങ്ങളെ ഭക്തി സൂഫി ട്രഡീഷൻസ് എന്ന് നമുക്ക് വിളിക്കാവുന്നതാണ്. ഭക്തി സൂഫി ട്രഡീഷൻസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 2 മതങ്ങളിലുണ്ടായ മാറ്റങ്ങളെയാണ് ഭക്തി സൂഫി ട്രഡീഷൻസ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. പ്രധാനമായും ഹിന്ദു മതത്തിലും ഇസ്ലാം മതത്തിലുമുണ്ടായ മാറ്റങ്ങളെയാണ് ഭക്തി സൂഫി മൂവ്മെൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഭക്തി പ്രസ്ഥാനമെന്നും സൂഫി പ്രസ്ഥാനമെന്നും അറിയപ്പെടുന്നു. ഹിന്ദു സെയിൻസ് ആൻഡ് റിഫോമേഴ്സ് സ്റ്റാർട്ടഡ് റിഫോം ഇൻ ഹിന്ദുയിസം ഈസ് കോൾഡ് ഭക്തി മൂവ്മെൻറ്റ്. ഹിന്ദു മതത്തിലെ ഹിന്ദു സന്യാസിമാരും അതുപോലെ ഹിന്ദു മതത്തിലെ ഹിന്ദു മതപരിഷ്കർത്താക്കളും ചേർന്ന് ആരംഭിച്ച പ്രസ്ഥാനമാണ് ഭക്തി മൂവ്മെൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് ഹിന്ദു മതത്തെ നവീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭക്തി മൂവ്മെൻറ്റ് ആരംഭിക്കപ്പെടുന്നത്. ദിസ് ഈസ് സ്റ്റാർട്ടഡ് ബൈ ഹിന്ദു സെയിൻസ് ആൻഡ് റിഫോമേഴ്സ്. ഇസ്ലാം റിഫോമേഴ്സ് ട്രൈ ടു റിഫോം ഇസ്ലാമിക് റിലീജിയൻ ഈസ് കാൾഡ് സൂഫിസം. അപ്പോൾ ഹിന്ദു മതത്തിൽ മതപരിവർത്തനം ഉണ്ടായ മാതിരി തന്നെ ഇസ്ലാം മതത്തിലെയും മതപരിവർത്തനത്തിന് ഇസ്ലാം മതത്തിലെ ചില സന്യാസിമാർ ശ്രമിക്കുകയാണ്. ഇതിനെയാണ് സൂഫിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ ഈ കാലഘട്ടങ്ങളിൽ അതായത് 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ ഇന്ത്യയിലുണ്ടായ മതപരിവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ മതപരിഷ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട സത്ത എന്ന് പറയുന്നത് ഹിന്ദു മതത്തിലെയും ഇസ്ലാം മതത്തിലുമുണ്ടായ പരിഷ്കാരങ്ങളാണ്. അതായത് ഭക്തി സൂഫി മൂവ്മെൻറ്റ്സ് ആണ്. ഹിന്ദു മതത്തിലെ ഭക്തി പ്രസ്ഥാനം ഹിന്ദു സന്യാസിമാർ ആരംഭിച്ചപ്പോൾ ഇസ്ലാം മതത്തെ നവീകരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇസ്ലാമിക സന്യാസിമാർ സൂഫി പ്രസ്ഥാനം ആരംഭിക്കുന്നു. എന്തായാലും ഈ 2 പ്രസ്ഥാനങ്ങളും ജനജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചു. ബോത്ത് ദിസ് മൂവ്മെൻറ്റ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് ദ ലൈഫ് ഓഫ് പീപ്പിൾ. ജനജീവിതത്തെ വളരെയധികം സ്വാധീനിച്ച 2 പ്രസ്ഥാനങ്ങളാണ് ഭക്തി പ്രസ്ഥാനവും സൂഫി പ്രസ്ഥാനവും. 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ ഇന്ത്യയിലുണ്ടായിരുന്ന മതപരിഷ്കരണ പ്രസ്ഥാനങ്ങളാണിവ. ഭക്തി സൂഫി പ്രസ്ഥാനങ്ങളെക്കുറിച്ച് ആധികാരികമായി പഠിക്കുന്നതിന് നമ്മളെ സഹായിക്കുന്ന ചില ഉറവിടങ്ങൾ നമുക്ക് ലഭ്യമാണ്. ഒന്ന് ആർക്കിയോളജിക്കൽ സോഴ്സസ്, 2 ടെക്സ്റ്റുവൽ ട്രഡീഷൻസ് സാഹിത്യ ഉറവിടങ്ങൾ, 3 ന്യൂ ടെക്സ്റ്റൽ സോഴ്സസ്, 4 ഹാഗിയോഗ്രഫീസ്. ഇപ്പോൾ ആർക്കിയോളജിക്കൽ സോഴ്സസ് ഉണ്ട്, ടെക്സ്റ്റൽ ട്രഡീഷൻസ് ഉണ്ട്, ന്യൂ ടെക്സ്റ്റൽ സോഴ്സസ് ഉണ്ട്, അതുപോലെ തന്നെ ഹാഗിയോഗ്രഫീസ് ഉണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ഉറവിടങ്ങൾ ഈ കാലഘട്ടത്തെക്കുറിച്ച് ആധികാരികമായി പഠിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. നമുക്ക് നോക്കാം ഇവയെല്ലാം എന്താണ് ആർക്കിയോളജിക്കൽ സോഴ്സസ്. ആർക്കിയോളജിക്കൽ സോഴ്സസ് എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം? 1 സ്തൂപാസ്, 2 മൊനാസ്ട്രീസ്, 3 ടെമ്പിൾസ്. ഇതുപോലെയുള്ള സ്മാരകങ്ങൾ, ഇതുപോലെയുള്ള നിർമ്മിതികൾ, ഇതെല്ലാം നമുക്ക് ആർക്കിയോളജിക്കൽ സോഴ്സസ് ഉൾപ്പെടുത്താവുന്നതാണ്. ടെക്സ്റ്റൽ ട്രഡീഷൻസ്, പുരാണങ്ങളും അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് അവിടെ നിലനിന്നിരുന്ന സാഹിത്യ കൃതികളുമാണ് ഈ കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നത്. നെക്സ്റ്റ്, ന്യൂ ടെക്സ്റ്റൽ റിസോഴ്സസ്. എന്താണ് ന്യൂ ടെക്സ്റ്റൽ സോഴ്സസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? കമ്പോസിഷൻ ഓഫ് പോയറ്റ് സെയിൻസ്. ഈ കാലഘട്ടത്തിലെ അതായത് 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന മതപരിഷ്കർത്താക്കളായ സന്യാസിമാർ എഴുതിയ കവിതകളും രചനകളുമാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്നത്.
നെക്സ്റ്റ് അടുത്തതായിട്ട് ഹാഗിയോഗ്രഫീസ്. എന്താണ് ഹാഗിയോഗ്രഫീസ്? ഹാഗിയോഗ്രഫീസ് മീൻസ് ബയോഗ്രഫീസ് ഓഫ് സെയിൻസ്. പുണ്യാളന്മാരുടെ അല്ലെങ്കിൽ മഹാന്മാരായ വ്യക്തികളുടെ ജീവചരിത്രങ്ങളെയാണ് ഹാഗിയോഗ്രഫീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മഹാന്മാരെന്ന് പറയുമ്പോൾ മതപരമായി മഹാന്മാരായിട്ടുള്ള ആൾക്കാരുടെ, മത പണ്ഡിതന്മാരുടെ ജീവചരിത്രങ്ങളെയാണ് ഹാഗിയോഗ്രഫീസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഇത്രയും വിപുലമായിട്ടുള്ള ഒരു ഉറവിടങ്ങൾ നമുക്ക് ഈ കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കാൻ ലഭ്യമാണ്. ദ സ്ട്രൈക്കിംഗ് ഫീച്ചേഴ്സ് ഓഫ് ദിസ് പീരിയഡ്. ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തെല്ലാമായിരുന്നു? നമുക്കറിയാം 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട 2 മതങ്ങളായ ഇസ്ലാം മതത്തിലെയും അതുപോലെ തന്നെ ഹിന്ദു മതത്തിലും വലിയ പരിഷ്കരണങ്ങൾ വരികയാണ്. ഈ കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കാൻ നമുക്ക് ധാരാളം ഉറവിടങ്ങൾ ലഭ്യമാണ്. ഹിന്ദു സന്യാസിമാരാണ് ഹിന്ദു മതത്തിൽ ഭക്തി മൂവ്മെൻ്റ് എന്ന പേരിൽ ഒരു പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അത് ഹിന്ദു മത നവീകരണത്തിന് വേണ്ടി ആരംഭിച്ചതാണ്. ഇസ്ലാമിക സന്യാസിമാരാണ് ഇസ്ലാം മതത്തിൽ സൂഫി മൂവ്മെൻറ്റ് എന്ന പേരിൽ ഒരു പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അത് ഇസ്ലാമിക മത നവീകരണം ലക്ഷ്യമിട്ടുകൊണ്ടാണ്. ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ നമുക്ക് ധാരാളം ഉറവിടങ്ങളൊക്കെ ലഭ്യമാണ്. അപ്പോൾ ഈ ഉറവിടങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്ന അറിവുകളുടെ അടിസ്ഥാനത്തിൽ ചരിത്രകാരന്മാർ ചില നിഗമനങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം അവ എന്തെല്ലാമാണ്. The striking features of this period was the large number of gods and goddesses in sculptures as well as the text appeared. ഈ കാലഘട്ടത്തിലാണ് ദേവതമാരുടെയും ദൈവങ്ങളുടെയും ഒക്കെ ധാരാളം ശില്പങ്ങൾ ഇവരുണ്ടാക്കുകയാണ്. അതോടൊപ്പം തന്നെ പുസ്തകങ്ങളും എഴുതുകയാണ്. ദേവന്മാരെക്കുറിച്ചും ദേവതമാരെക്കുറിച്ചും ധാരാളം ശില്പങ്ങളും പുസ്തകങ്ങളുമൊക്കെ ഈ കാലഘട്ടങ്ങളിൽ അവർ നിർമ്മിക്കുകയാണ്. ഈ കാലഘട്ടത്തിൻ്റെ മറ്റൊരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലെ പ്രധാന ആരാധനാമൂർത്തികളായ വിഷ്ണു, ശിവൻ, അതുപോലെ തന്നെ മറ്റ് ദേവതകൾ ഇവരെയൊക്കെ പല രൂപത്തിൽ ദൃശ്യവൽക്കരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വർഷിപ്പ് ഓഫ് ദ മേജർ ഡൈറ്റീസ് സച്ച് ആസ് വിഷ്ണു, ശിവ ആൻഡ് ദ ഗോഡസസ് വിഷ്വലൈസ്ഡ് ഇൻ വെറൈറ്റി ഓഫ് ഫോംസ്. പല ഫോംസിൽ, പല രൂപങ്ങളിൽ ദൈവത്തെ ദൃശ്യവൽക്കരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ വിഷ്ണുവിനെ ആണെങ്കിൽ ഒരു ഓടക്കുഴൽ, അതുപോലെ തന്നെ മയിൽപീലി, ഇങ്ങനെയൊക്കെയുള്ള സിമ്പിൾസിൽ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ശിവനെയാണെങ്കിൽ ശിവലിംഗ രൂപത്തിൽ ആരാധിക്കപ്പെടുന്നു. അങ്ങനെ വെറൈറ്റി ഓഫ് ഫോംസ്, പലതരത്തിലുള്ള രൂപങ്ങളിൽ ദൈവങ്ങളെ അവർ ദൃശ്യവൽക്കരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ കാലഘട്ടത്തിലെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇൻ്റഗ്രേഷൻ ഓഫ് കൾട്ട്സ്, സംസ്കാരങ്ങളുടെ സമന്വയമാണ്. സംസ്കാരങ്ങളുടെ സമന്വയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 സംസ്കാരങ്ങൾ ഇഴുകിച്ചേരുന്നതിനെയാണ് സംസ്കാരങ്ങളുടെ സമന്വയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹിസ്റ്റോറിയൻ ഹു ഹാവ് ട്രൈഡ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ഡെവലപ്മെൻറ്റ് സജസ്റ്റ് ദാറ്റ് ദർ വെർ അറ്റ്ലീസ്റ്റ് 2 പ്രോസസ് അറ്റ് വർക്ക്. അപ്പോൾ ഇങ്ങനെ സംസ്കാരങ്ങളുടെ സമന്വയം ഉണ്ടാകണമെങ്കിൽ ചുരുങ്ങിയത് 2 പ്രക്രിയകളെങ്കിലും അവിടെ നടന്നിരിക്കണം, അല്ലെങ്കിൽ 2 പ്രവർത്തനങ്ങൾ അവിടെ നടന്നിരിക്കണമെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഒന്ന് പ്രൊപ്പഗേറ്റിംഗ് ബ്രാഹ്മണിക്കൽ ഐഡിയാസ്, ബ്രാഹ്മണ ആശയങ്ങളുടെ പ്രചാരണം. അതാണ് ഒന്നാമത്തെ ഒരാശയമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് അക്സെപ്റ്റിംഗ് അതേഴ്സ് കൾട്ട്, മറ്റുള്ളവരുടെ സംസ്കാരങ്ങളെ സ്വീകരിക്കുക. നമുക്കറിയാം, നമ്മൾ മറ്റൊരു പ്രദേശത്ത് പോയാൽ നമ്മൾ ഈ 2 പ്രവർത്തനങ്ങളിലൂടെയും കടന്നു പോകാറുണ്ട്. 2 സംസ്കാരങ്ങളുടെ സമന്വയത്തിന് ഈ 2 ആശയങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഉദാഹരണത്തിന് നമ്മൾ +2 ഒക്കെ കഴിഞ്ഞ് മറ്റൊരു നാട്ടിൽ അല്ലെങ്കിൽ കർണാടകത്തിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പുതിയൊരു കോഴ്സിന് നമ്മൾ ചേരുകയാണ്. അവിടെ ഹോസ്റ്റലിലാണ് നമ്മൾ താമസിക്കുന്നത്. ആ ഹോസ്റ്റലിൽ നമ്മളോടൊത്ത് തമിഴ്നാട്ടുകാരനുണ്ട്, കർണാടകക്കാരനുണ്ട്, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശുകാരനുണ്ട്. അങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ആൾക്കാർ ഒന്നിച്ചാണ് അങ്ങനെ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ജീവിച്ചു പോകണമെങ്കിൽ പ്രധാനമായിട്ടും ഈ 2 ആശയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം. ഒന്ന്, നമ്മുടെ ഭാഷകൾ, നമ്മുടെ ആചാരങ്ങൾ, നമ്മുടെ സംസ്കാരങ്ങൾ, ഇതെല്ലാം നമ്മൾ അവിടെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ സ്ഥിതി. രണ്ടാമത്തെ സ്ഥിതി, വി ഷുഡ് അക്സെപ്റ്റ് ദ അതേഴ്സ് കൾട്ട്, മറ്റുള്ളവരുടെ സംസ്കാരം, അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശുകാരൻ്റെ, തമിഴ്നാട്ടുകാരൻ്റെ, അല്ലെങ്കിൽ കർണാടകക്കാരൻ്റെ,
ഈ സംസ്കാരം നമ്മൾ ഉൾക്കൊള്ളണം. ഇങ്ങനെ ഈ രണ്ട് പ്രക്രിയയിലൂടെ നമ്മൾ കടന്നുപോയാൽ മാത്രമേ അവിടെ സംസ്കാരങ്ങളുടെ സമന്വയം നടക്കുകയുള്ളൂ. ഈ കാലഘട്ടങ്ങളിൽ 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള ഈ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ ഇതുപോലെയുള്ള ധാരാളം സംസ്കാരങ്ങൾ സമന്വയിക്കപ്പെടുകയും ഒരു ഏകസ്വരൂപം കൈവരിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഈ കാലഘട്ടത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. സോ ലെറ്റ് us discuss what is propagating ബ്രാഹ്മണിക്കൽ ഐഡിയാസ്. വളരെ സിമ്പിളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യാം. ദിസ് വാസ് എക്സംപ്ലിഫൈങ് ബൈ കമ്പോസിഷൻ, compilation and preservation of Puranic text in a simple Sanskrit verses. എന്നൊക്കെ ഇതാണ് പ്രൊപ്പഗേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്. സംസ്കൃത ഭാഷയിൽ എഴുതിയിരിക്കുന്ന വേദഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ പുരാണിക് ടെക്സ്റ്റ് അത് സിമ്പിൾ സംസ്കൃത ഭാഷയിലേക്ക് മാറ്റി എഴുതുക, മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് മാറ്റി എഴുതുക. ദിസ് വാസ് എക്സംപ്ലിഫൈങ് ബൈ കമ്പോസിഷൻ, കമ്പൈലേഷൻ ആൻഡ് പ്രിസർവേഷൻ ഓഫ് പുരാണിക് ടെക്സ്റ്റ് ഇൻ സിമ്പിൾ സാൻസ്ക്രിറ്റ് വേഴ്സസ്. ഇങ്ങനെ പണ്ട് കാലഘട്ടങ്ങളിൽ സംസ്കൃത ഭാഷയിൽ, അതികഠിനമായ സംസ്കൃത ഭാഷയിൽ എഴുതിയിരുന്ന പുരാണ ഗ്രന്ഥങ്ങളെല്ലാം ലളിതമായ സംസ്കൃത ഭാഷയിലേക്ക് മാറ്റി എഴുതുകയാണ് ചെയ്യുക. ഇതൊരു പ്രൊപ്പഗേഷൻ്റെ ഭാഗമാണ്, ഒരു പ്രചാരണത്തിൻ്റെ ഭാഗമാണ്. ബ്രാഹ്മണിക്കൽ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. They were meant to be accessible to women and Shudras who were excluded from Vedic learning. വേദപഠനം നിശ്ചിതമായിരുന്ന സ്ത്രീകൾക്കും ശൂദ്രന്മാർക്കും മനസ്സിലാകുന്ന രീതിയിലേക്ക് ഇവ മാറ്റി എഴുതുക. അതായത് അവരിലേക്കും വേദഗ്രന്ഥങ്ങൾ പ്രചരിപ്പിക്കുക, ബ്രാഹ്മണ ആശയങ്ങൾ പ്രചരിപ്പിക്കുക. നോക്കുക, 8-ാം നൂറ്റാണ്ട് വരെ ഇന്ത്യയിലെ സ്ത്രീകൾക്കും അതുപോലെ തന്നെ ശൂദ്രന്മാർക്കുമൊന്നും വേദ പഠനം സാധ്യമായിരുന്നില്ല. അപ്പോൾ അവർക്കും കൂടെ ഇത് മനസ്സിലായാൽ മാത്രമേ, വേദങ്ങൾ മനസ്സിലായാൽ മാത്രമേ ബ്രാഹ്മണ മതം അവരിലേക്ക് പ്രചരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ബ്രാഹ്മണ പണ്ഡിതന്മാർ ഈ ഗ്രന്ഥങ്ങൾ സിമ്പിൾ സംസ്കൃത ഭാഷയിലേക്ക്, ലളിതമായ സംസ്കൃത ഭാഷയിലേക്ക് മാറ്റി എഴുതുകയാണ്. അപ്പോൾ ബ്രാഹ്മണ മതം പ്രചരിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും, പ്രൊപ്പഗേഷൻ. അടുത്തത് അക്സെപ്റ്റിംഗ്. Brahmanas accepting and reworking the beliefs and practices this and other social categories. ബ്രാഹ്മണന്മാർ ശൂദ്രന്മാരുടെയും അതുപോലെ തന്നെ മറ്റു സാമൂഹിക വിഭാഗങ്ങളുടെയും ആചാര അനുഷ്ഠാന രീതികൾ സ്വീകരിക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനുമൊക്കെ തുടങ്ങുകയാണ്. സോ ദേ ബിഗൺ ടു അക്സെപ്റ്റിംഗ് ദ ഐഡിയാസ് ഓഫ് ദ അതർ സോഷ്യൽ കാറ്റഗറീസ്. മറ്റുള്ളവരുടെ, മറ്റു താഴേക്കിടയിലുള്ളവരുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ബ്രാഹ്മണന്മാർ അംഗീകരിക്കാൻ തുടങ്ങുകയാണ്. The beliefs and practices shaped through the accepting and propagating. അപ്പോൾ ഇങ്ങനെ ഈ അക്സെപ്റ്റിംഗ്, പ്രൊപ്പഗേറ്റിംഗ്, ഇങ്ങനെ രണ്ട് പ്രോസസ്സിലൂടെ പുതിയൊരു വിശ്വാസങ്ങൾ, പുതിയ ചില ആചാരാനുഷ്ഠാന രീതികൾ ഇന്ത്യയിൽ ഉടലെടുക്കുകയാണ്. അക്സെപ്റ്റിങ്ങിലൂടെയും അതുപോലെ തന്നെ പ്രചരണത്തിലൂടെയും, സ്വീകരണത്തിലൂടെയും പ്രചരണത്തിലൂടെയും രണ്ട് വ്യത്യസ്ത ആശയങ്ങൾ സമന്വയിക്കുകയും ഇന്ത്യയിലൊരു പുതിയ ആചാര അനുഷ്ഠാന രീതികൾ അല്ലെങ്കിൽ പുതിയൊരു പാരമ്പര്യം ഇന്ത്യയിൽ രൂപപ്പെടുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് ഈ 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയിൽ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള പാരമ്പര്യങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. ഒന്ന് ലിറ്റിൽ ട്രഡീഷൻസ് ആൻഡ് ഗ്രേറ്റ് ട്രഡീഷൻസ്. ലിറ്റിൽ ട്രഡീഷൻസ് ആൻഡ് ഗ്രേറ്റ് ട്രഡീഷൻസ്. ലിറ്റിൽ ട്രഡീഷൻസ് എന്ന് പറഞ്ഞാൽ എ ലിറ്റിൽ കമ്മ്യൂണിറ്റി വാസ് എ വില്ലേജ് ദാറ്റ് ഹാഡ് സ്മോളർ സൈസ്, സെൽഫ് സഫിഷ്യൻറ്റ് ആൻഡ് റിലേറ്റീവ്ലി ഐസൊലേറ്റഡ്. മറ്റുള്ളവരിൽ നിന്നും അകന്നു നിൽക്കുന്ന സ്വയം പര്യാപ്തമായ വളരെ ചെറിയൊരു സമൂഹം, അതിനെയാണ് ലിറ്റിൽ കമ്മ്യൂണിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഗ്രേറ്റ് ട്രഡീഷനാണ്. ദ സെക്കൻഡ് ഡിവിഷൻ ഓഫ് എലൈറ്റ്സ് ഫോളോസ് ദ ഗ്രേറ്റ് ട്രഡീഷൻസ്. വരേണ്യവർഗത്തിൽപ്പെടുന്ന ആൾക്കാരുള്ള ഒരു വിഭാഗമാണ് ഗ്രേറ്റ് ട്രഡീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ രണ്ട് സംസ്കാരങ്ങൾ, ലിറ്റിൽ
ട്രഡീഷനും ഗ്രേറ്റ് ട്രഡീഷനും സമന്വയിക്കുകയും പുതിയ ഒരു വിഭാഗം അവിടെ രൂപപ്പെടുകയും ചെയ്യുകയാണ്. ഇതാണ് 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ ഇന്ത്യയിലുണ്ടായ പ്രധാനപ്പെട്ട സാമൂഹിക മാറ്റമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. ഇൻ്റഗ്രേഷൻ ഓഫ് കൾട്ട് ക്യാരിഡ് ത്രൂ ദ കണ്ടിന്യൂസ് ഡയലോഗ് ബിറ്റ്വീൻ ടു സെക്ഷൻസ്. ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ, ലിറ്റിൽ ട്രഡീഷനും അതുപോലെ തന്നെ ഗ്രേറ്റ് ട്രഡീഷനും തമ്മിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള സംവാദങ്ങളുടെ ഫലമായിട്ട്, അല്ലെങ്കിൽ മിംഗ്ലിങ്ങിൻ്റെ ഫലമായിട്ട്, കൈമാറ്റങ്ങളുടെ ഫലമായിട്ട് ഒരു പുതിയ സംസ്കാരം അവിടെ ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ സമന്വയം, സംസ്കാര സമന്വയം അവിടെ നടക്കുകയാണ്. അതിനൊരു ഉദാഹരണമായിട്ട് നമുക്ക് നമ്മുടെ ഒറീസയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. എക്സാമ്പിൾ ഓഫ് ഇൻ്റഗ്രേഷൻ ഓഫ് കൾട്ട് ഈസ് ദ ടെമ്പിൾ അറ്റ് പുരി. പുരിയിലാണ് ഇതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സംസ്കാര സമന്വയത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണം പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ പുരി ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തിയാണ് ജഗന്നാഥൻ. ജഗന്നാഥനെ വിഷ്ണുവിൻ്റെ മറ്റൊരു അവതാരമായിട്ടാണ്, അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ മറ്റൊരു രൂപമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ദ മെയിൻ ഡൈറ്റി ഈസ് ജഗന്നാഥ, എ ഫോം ഓഫ് വിഷ്ണു. വിഷ്ണുവിൻ്റെ മറ്റൊരു രൂപമായിട്ടാണ് ജഗന്നാഥൻ ഈ പുരി എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ ആരാധിക്കപ്പെടുന്നത്. ഹിയർ ദ ഡൈറ്റി ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ഡിഫറെൻറ്റ് വേ. നോക്കുക, ഹിന്ദു പുരാണങ്ങളിൽ ഒരിടത്തും കാണാത്ത രീതിയിലുള്ള ഒരു രൂപമാണ് ഇവിടുത്തെ ജഗന്നാഥൻ എന്ന് പറയുന്ന ആ ആരാധനാമൂർത്തിക്ക് ഉള്ളത്. ഇറ്റ് വാസ് എ ഇമേജ് ഓഫ് എ ലോക്കൽ ഡൈറ്റി വിച്ച് ഈസ് മെയ്ഡ് ഓഫ് ട്രൈബൽ സ്പെഷ്യാലിറ്റീസ്. ഈ ദേവന്, ജഗന്നാഥൻ എന്ന് പറയുന്ന ദേവന് ഒരു ഗോത്ര സ്വഭാവമാണുള്ളത്. അദ്ദേഹത്തിൻ്റെ രൂപത്തിന്, ദേവൻ്റെ രൂപത്തിന് ഒരു ഗോത്ര സ്വഭാവമാണുള്ളത്. സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഇൻ്റഗ്രേഷൻ ഓഫ് ഗ്രേറ്റ് ആൻഡ് ലിറ്റിൽ ട്രഡീഷൻസ്. അപ്പോൾ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഒരു ദൈവത്തെ പിൽക്കാലഘട്ടങ്ങളിൽ ബ്രാഹ്മണ സമൂഹം അംഗീകരിച്ചതായിരിക്കാം എന്നൊരു നിഗമനത്തിലാണ് ചരിത്രകാരന്മാർ ഇവിടെ എത്തിയിരിക്കുന്നത്. സംസ്കാര സമന്വയങ്ങളുടെ ഭാഗമായിട്ട് ഒരു ഗ്രേറ്റ് ട്രഡീഷൻ ലിറ്റിൽ ട്രഡീഷനെ അംഗീകരിച്ചു. അങ്ങനെ ആയിരിക്കാം ജഗന്നാഥൻ എന്ന് പറയുന്ന ഒറീസയിലെ ഗോത്രവിഭാഗങ്ങൾക്കിടയിലെ ഒരു ദേവനെ വിഷ്ണുവിൻ്റെ രൂപമായിട്ട് അംഗീകരിക്കുകയും ഹിന്ദുമതത്തിലെ അല്ലെങ്കിൽ ബ്രാഹ്മണ മതത്തിലെ ഒരു പ്രധാന ദൈവമായിട്ട് പരിഗണിക്കുകയും ചെയ്യുന്നത്. പുരിയിലെ ജഗന്നാഥ ക്ഷേത്രമാണിത്. പുരിയിലെ ജഗന്നാഥൻ എന്ന് പറയുന്ന ദൈവമാണ്, അദ്ദേഹത്തിൻ്റെ രൂപമാണിത്. ഹിന്ദുമതത്തിൽ അല്ലെങ്കിൽ പുരാണ മതത്തിൽ ഒരിടത്തും കാണാത്ത രീതിയിലുള്ള ഒരു ദേവസങ്കല്പമാണ് ഇത്. ചരിത്രകാരന്മാർ പറയുന്നത് ഇത് ഒരു പക്ഷേ സംസ്കാര സമന്വയത്തിൻ്റെ ഭാഗമായിട്ട് രൂപം കൊണ്ടതായിരിക്കാം. ഒരു ലിറ്റിൽ ട്രഡീഷനെ ഗ്രേറ്റ് ട്രഡീഷൻ അംഗീകരിച്ചതിൻ്റെ ഭാഗമായി രൂപം കൊണ്ടതായിരിക്കാം എന്നൊരു ചരിത്രകാരന്മാർ വിലയിരുത്തുകയാണ്. റോബർട്ട് റെഡ്ഫീൽഡ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സോഷ്യോളജിസ്റ്റാണ് ഈ ഗ്രേറ്റ് ആൻഡ് ലിറ്റിൽ ട്രഡീഷനെ കുറിച്ചൊക്കെ ആദ്യമായിട്ട് പഠനം നടത്തുകയുമൊക്കെ ചെയ്തത്. പെസൻസ് ഒബ്സർവ്ഡ് സം റിച്വൽസ് ഓഫ് പ്രീസ്റ്റ് ആൻഡ് റൂളേഴ്സ് ഓഫ് ഗ്രേറ്റ് ട്രഡീഷൻസ്. നമുക്കറിയാം, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ വലിയ വലിയ ആൾക്കാരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ അനുവർത്തിക്കാറുണ്ട്. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും സമൂഹത്തിലെ ഉയർന്ന പദവിയിലുള്ള ആൾക്കാരുടെ ഭാവങ്ങളും ചലനങ്ങളും അവരുടെ പെരുമാറ്റ രീതികളുമൊക്കെ നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ അവരുടെ പേരുകളൊക്കെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഇടാറുണ്ട്. ഉദാഹരണത്തിന് സച്ചിൻ, അദ്ദേഹം ഒരു ഉയർന്ന പദവിയിലുള്ള ആളാണ്, അല്ലെങ്കിൽ പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ സൗരവ്, മറ്റൊരു പ്രധാനപ്പെട്ട കോമൺ ആയിട്ടുള്ള പേരുകളാണ് സൗരവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രാഹുൽ, ഇവരൊക്കെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരാണ്. ഈ മേഖലയിൽ മാത്രമല്ല മറ്റു മേഖലയിലും ഉള്ള ആൾക്കാരുടെ പേരുകളൊക്കെ പിൽക്കാലഘട്ടങ്ങളിൽ ആ സമൂഹത്തിലെ തന്നെ താഴേക്കിടയിലുള്ള ആൾക്കാർ സ്വീകരിക്കാറുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെസൻസ് അല്ലെങ്കിൽ സാധാരണക്കാരായ ആൾക്കാർ
ഉയർന്ന തരത്തിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ജീവിത രീതികളൊക്കെ അനുകരിക്കാറുണ്ട് പലപ്പോഴും. Peasants also followed the rituals not existed in great traditions. It is called little traditions. അപ്പോൾ പെസൻസ് ഈ ഉയർന്ന ആൾക്കാരുടെ ജീവിത രീതികൾ മാത്രമല്ല, അവരുടേതായിട്ടുള്ള ജീവിത രീതികളും ആചാരങ്ങളും അവർ ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ ലിറ്റിൽ ട്രഡീഷൻസും അതുപോലെ തന്നെ ഗ്രേറ്റ് ട്രഡീഷൻസും ഈ താഴേക്കിടയിലുള്ള ആൾക്കാർ അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇതാണ് റോബർട്ട് റെഡ്ഫീൽഡ് എന്ന് പറയുന്ന അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം. അപ്പോൾ താഴേക്കിടയിലുള്ള ആൾക്കാർക്കുള്ള ഒരു പ്രവണതയാണ് ഉയർന്ന നിലവാരമുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ഉന്നത പദവിയിലുള്ള ആൾക്കാരുടെ ജീവിത രീതികൾ അനുകരിക്കാൻ ശ്രമിക്കുക. തങ്ങളുടെ ജീവിത രീതികൾ അനുഷ്ഠിക്കുന്നതോടൊപ്പം തന്നെ ഉയർന്ന പദവിയിലുള്ള ആൾക്കാരുടെ ജീവിത രീതികളും അനുഷ്ഠിക്കാനുള്ള ഒരു ശ്രമം അവിടെ നടത്താറുണ്ട് എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഈ കാലഘട്ടത്തിലുണ്ടായ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഡിഫറൻസസ് ആൻഡ് കോൺഫ്ലിക്റ്റ്, വ്യത്യാസങ്ങളും സംഘർഷങ്ങളുമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റിലീജിയസ് ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ് എക്സിസ്റ്റഡ് ഇൻ ഇന്ത്യ. ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ പലതരത്തിലുള്ള ആചാരാനുഷ്ഠാന രീതികൾ, മതവിശ്വാസങ്ങളൊക്കെ നിലനിന്നിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് താന്ത്രിക് വർഷിപ്പ് ആൻഡ് വേദിക് വർഷിപ്പ്. ഇത് രണ്ടും ഹിന്ദു മതത്തിൽ നിലനിന്നിരുന്ന അല്ലെങ്കിൽ ബ്രാഹ്മണ മതത്തിൽ നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട ആരാധന രീതികളാണ്. ഓൾ ദീസ് ഡൈവേർജന്റ് പ്രാക്ടീസസ് ലേറ്റർ കെയിം ടു ബി കൺസിഡേർഡ് ആസ് ഹിന്ദു ബൈ ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ആരാധനാ രീതികൾ ഇന്ത്യയിൽ നിലനിന്നിരുന്നു. ഈ ആരാധനാ രീതികളെയെല്ലാം പിൽക്കാലഘട്ടങ്ങളിൽ ഹിന്ദുമതം അവരുടെ ആരാധനാ രീതിയായിട്ട് അംഗീകരിക്കുകയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു ആരാധന രീതിയാണ് താന്ത്രിക് വർഷിപ്പ്. The form of worship often associated with goddesses were classified as tantric. ദേവതകളെ ആരാധിക്കുന്ന രീതിയാണ് താന്ത്രിക് വർഷിപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. താന്ത്രിക് വർഷിപ്പ് വാസ് വൈഡ് സ്പ്രെഡ് ഇൻ ദ സബ് കോണ്ടിനെൻറ്റ്. ഇറ്റ് വാസ് ഓപ്പൺ ടു വുമൺ ആൻഡ് മെൻ. ഇപ്പോൾ ഇന്ത്യയിൽ വളരെ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു ആരാധന രീതിയാണ് താന്ത്രിക് വർഷിപ്പ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുമൊക്കെ പങ്കെടുക്കാവുന്ന ഒരു ആരാധന രീതിയാണിത്. ദോസ് ഹു ഫോളോഡ് താന്ത്രിക് റിജക്റ്റഡ് ദ കാസ്റ്റ് ആൻഡ് ക്ലാസ് വിത്തിൻ ദ റിച്വൽ കോണ്ടെക്സ്റ്റ്. അപ്പോൾ താന്ത്രിക് മത ആചാരാനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ താന്ത്രിക് ആരാധന നടത്തുന്ന ആൾക്കാർ ജാതിയെയും അതുപോലെ തന്നെ വർഗത്തെയും ഒക്കെ എതിർത്തിരുന്നു. അപ്പോൾ ജാതി വ്യത്യാസമില്ലാതെ വർഗവ്യത്യാസമില്ലാതെ എല്ലാവർക്കും നടത്താവുന്ന ഒരു ആരാധന രീതിയായിരുന്നു താന്ത്രിക് വർഷിപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മെനി ഓഫ് ദീസ് ഐഡിയാസ് ഇൻഫ്ലുവൻസ്ഡ് ശൈവിസം ആൻഡ് ബുദ്ധിസം. താന്ത്രിക ആരാധനാ രീതിയുടെ പല ആശയങ്ങളും ശൈവിസത്തെയും അതുപോലെ തന്നെ ബുദ്ധിസത്തെയും ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. താന്ത്രിക് പ്രാക്ടീസസ് ഇഗ്നോർഡ് ഓൾ അതോറിറ്റി ഓഫ് വേദാസ്. വേദങ്ങളുടെ ആധികാരികതയെ ഈ താന്ത്രിക ആരാധനാ രീതികൾ ചോദ്യം ചെയ്യുകയാണ്. ഇൻ താന്ത്രിക് വർഷിപ്പ് വിഷ്ണു, ശിവ ആൻഡ് ദെയർ ഗോഡസസ് ബിക്കം പ്രോമിനൻറ്റ്. അപ്പോൾ താന്ത്രിക ആരാധന രീതിയിൽ വിഷ്ണു, ശിവൻ അതുപോലെ തന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട ദേവതകൾ ഇവരൊക്കെ വളരെ പ്രധാനപ്പെട്ട ദൈവമായിട്ട് മാറുകയാണ്. വേദഗ്രന്ഥങ്ങളിലെ പ്രധാനപ്പെട്ട ദൈവം എന്ന് പറയുന്നത് സൂര്യൻ, അതുപോലെ തന്നെ വരുണൻ, അങ്ങനെയുള്ള ദൈവങ്ങളൊക്കെയായിരുന്നു. അപ്പോൾ ഈ കാലഘട്ടമായപ്പോഴത്തേനും അവരുടെ പ്രാധാന്യമൊക്കെ നശിക്കുകയും ഹിന്ദുമതത്തിൽ പ്രധാന ദൈവമായിട്ട് ശിവനും വിഷ്ണുവും ഒക്കെ ഉയർന്നു വരികയും ചെയ്യുകയാണ്. ഇന്ത്യയിൽ ആ കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരാധന രീതിയാണ് വേദിക് വർഷിപ്പ്. പെർഫോമൻസ് ഓഫ് സാക്രിഫൈസസ് ആൻഡ് ചാൻറ്റിങ് ഓഫ് മന്ത്രാസ് ഈസ് ദ ഓൺലി വേ ടു അറ്റൈൻ മോക്ഷാസ്. യാഗങ്ങൾ നടത്തുക, മന്ത്രങ്ങൾ ഉരുവിടുക, ഇതൊക്കെയാണ് മോക്ഷം പ്രാപ്തിക്കുള്ള ഏകമാർഗമെന്നാണ് ആ കാലഘട്ടത്തിൽ വേദിക് വർഷിപ്പിൽ വിശ്വസിച്ചിരുന്നവർ പറയുന്നത്. വേദിക് ട്രഡീഷൻ ഓഫൻ കണ്ടംഡ് ദ പ്രാക്ടീസസ് that went beyond the performance of sacrifices and chanting of mantras. ഇപ്പം മന്ത്രങ്ങളും അതുപോലെ തന്നെ ബലികർമ്മങ്ങളും ഇല്ലാത്ത രീതിയിലുള്ള ആരാധനാ രീതികളേക്ക് ഇവർ നിശിതമായിട്ട് വിമർശിച്ചിരുന്നു. ഇൻ വേദിക് വർഷിപ്പ് അഗ്നി, ഇന്ദ്ര ആൻഡ് സോമ വേർ ദ മെയിൻ ഗോഡ്സ്. വേദിക് ആരാധനാ രീതിയിൽ അഗ്നി, ഇന്ദ്ര, സോമ ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട ദൈവങ്ങളായിട്ട് പരിഗണിച്ചിരുന്നത്. എന്നാൽ താന്ത്രിക് ആരാധനാ രീതിയിൽ ശിവൻ, വിഷ്ണു അതുപോലെ അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ദേവതകൾ, പാർവതി അതുപോലെ തന്നെ സരസ്വതി പോലുള്ള ദേവതമാരൊക്കെയാണ് താന്ത്രിക് ആരാധന രീതിയിലെ പ്രധാനപ്പെട്ട ദൈവങ്ങൾ. എന്നാൽ വേദിക് ആരാധന രീതിയിൽ അഗ്നി, ഇന്ദ്ര, സോമ തുടങ്ങിയ ദൈവങ്ങളൊക്കെയാണ് പ്രധാനപ്പെട്ട ദൈവങ്ങളായിട്ട് പരിഗണിക്കപ്പെട്ടിരുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത വീഡിയോയുടെ ഉള്ളടക്കമടങ്ങിയ നിങ്ങളുടെ പാഠപുസ്തകത്തിലെ ഭാഗങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് വായിക്കുകയും
തരുന്ന അസൈൻമെൻറ്റുകൾ വളരെ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.